Hi, welcome everyone. We all have a natural inclination for stories, whether listening to them or reading them. Today, I am here to narrate a story named Kalumaram, written by Mr. Wilson John from Thodupuzha. Let's dive into his narrative. കഴുമരം. എൻ്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു. കേവലം 17 വർഷം മാത്രം ജീവിക്കാനാണ് എൻ്റെ വിധി. ആ ദിവസം രാത്രി ഞാൻ കൊല്ലപ്പെടുകയും നഗരത്തിലെ ഏതെങ്കിലും ഒരു തെരുവിൽ എറിയപ്പെടുകയും ചെയ്യുമായിരുന്നു. ബലാത്സംഗം ചെയ്യപ്പെട്ടിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിയും. എന്നാൽ സ്വാധീനവും പണവും ഉള്ളതുകൊണ്ട് അവർ പിടിക്കപ്പെടുകയില്ല. സ്വയരക്ഷയ്ക്കായി അവനവൻ തന്നെ പോരാടേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഒരു കൊതുകിനെപ്പോലും കൊല്ലാൻ കെൽപ്പില്ലാതിരുന്ന ഞാൻ അങ്ങനെ ഒരു കൊലയാളിയുമായി. നിയമം എൻ്റെ തുണയ്ക്കെത്തുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ ഒരു കൊടും കുറ്റവാളിയോടെന്ന പോലെയായിരുന്നു അവരെന്നോട് പെരുമാറിയത്. ഞാൻ കരഞ്ഞില്ല, മാപ്പിരന്നില്ല. ജയിൽവാസത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ ഞാൻ ഭയപ്പെട്ട് വിറങ്ങലിച്ചിരുന്നു. പിന്നെ തിരിച്ചറിവുണ്ടായി. ഇന്നല്ലെങ്കിൽ നാളെ മരണം ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എത്തിച്ചേരും. എനിക്കത് കാലേ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് മാത്രം. കഴുമരം, ദുർമൃതികളുടെ പാപവും ശാപവും പേറുന്ന മനുഷ്യയന്ത്രം. അത് നടപ്പിലാക്കുന്നത് ദൈവിക നീതിയല്ല, മനുഷ്യ നിയമമാണ്. എൻ്റെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ ആരോടും അപേക്ഷിക്കരുത്. ശരീരം ഏറ്റുവാങ്ങരുത്. ഒരു കല്ലറയിൽ അടക്കം ചെയ്ത് അതിനു മുന്നിൽ നിന്ന് നിങ്ങൾ ദുഃഖിക്കരുത്. എനിക്കതിഷ്ടമല്ല. അത് ജയിൽ വളപ്പിൽ അഴുകി ഇല്ലാതാകട്ടെ. ആരാരുമറിയാതെ അനേകായിരങ്ങൾ സഹസ്രാബ്ദങ്ങളായി ഇവിടെ മണ്ണോട് മണ്ണ് ചേർന്നുകൊണ്ടിരിക്കുന്നു. ഞാനും അവരിൽ ഒരുവളാകട്ടെ. വിധിക്കപ്പെടാതിരിക്കാൻ ഞാനും വിധിക്കുന്നില്ല. ജീവലോകത്തിൻ്റെ സന്തുലനത്തിന് നാം തെറ്റ് എന്ന് പറയുന്നതും ആവശ്യമാണ്. ഞാനിപ്പോൾ ഒരു കാര്യത്തിലും ദുഃഖിക്കുന്നില്ലാത്തതുപോലെ നിങ്ങളും ദുഃഖിക്കരുത്. കഴുമരത്തിലേക്ക് ഞാനിതാ വ്യഥകളില്ലാതെ നടന്നടുക്കുന്നു. This story leaves us with much to reflect upon. Life's experiences are often more profound than fiction itself. Thank you for listening, and we will meet again with another narrative. Goodbye.